ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു സാരി എങ്ങനെ ഉടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഉടുത്തപ്പോൾ ഇങ്ങനെ ആയിരുന്നു, ഈ ഒരു രീതിയിലാണ് ഉടുത്തത്. അപ്പോൾ ഈ ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെ ഉടുക്കാമെന്ന്, വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഇതുപോലെ ഒരു സാരി എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് സാരിയാണ്. അപ്പോൾ ഞാൻ ടോപ്പിന് പുറത്ത് ഞാൻ അണ്ടർസ്കർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഇത് ഉടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു സാരി ഒന്ന് നൂത്ത് കൊടുക്കട്ടെ. നമ്മളെപ്പോഴും നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഈ ഒരു പാവാടയുടെ ഒരു ആ ഒരു വള്ളി കെട്ടി വെക്കാവുള്ളൂ കേട്ടോ. ഇടത്തെ സൈഡിൽ കെട്ടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. എന്നിട്ട് നമ്മൾ ടക്കിൻ ചെയ്യാൻ പോവാണ്. ഈ ടക്കിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ടക്കിൻ ചെയ്യുന്നതിനകത്തിരിക്കും നമ്മുടെ സാരിയുടെ ആ ഒരു ഉടുത്ത് വരുന്നതിൻ്റെ ഒരു ഭംഗി. അതായത് നമ്മൾ എത്രത്തോളം വലിച്ച് മുറുക്കി പെർഫെക്റ്റായിട്ട് ടക്കിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് ഉടുത്ത് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു സെൻറ്റർ പോർഷൻ വരെ എത്തിയിട്ട് നമ്മളതൊന്ന് വിട്ട് നമ്മൾ ഞുറു എടുക്കാൻ പോകുന്നത്, നമ്മുടെ തുമ്പ്. തൽക്കാലം ഞാനിത് ഞുറുവൊന്നും നേരത്തെ എടുത്ത് വെക്കാതെ ഇപ്പം തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഞുറു എടുക്കുന്നില്ല, ചുമ്മാ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ബാക്കിലോട്ട് ഇട്ടൊന്ന് പിൻ ചെയ്ത് വെക്കാം. ലാസ്റ്റ് നമ്മളവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. കാരണം ഞാനിത് ഞുറുവൊന്നും എടുത്ത് അയൺ ചെയ്തൊന്നും വെച്ചിട്ടുള്ള സാരിയല്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മളിങ്ങനെ ഒന്ന് എടുത്ത് ബാക്കിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് അത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മളൊന്ന് ബാക്കിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാലൻസ് നമ്മുടെ ആ ഒരു താഴ്ഭാഗത്ത് ഞുറു പിടിക്കുന്നിടമുണ്ടല്ലോ, അത് നമ്മൾ എത്രത്തോളം മാക്സിമം ഞുറു അതിനകത്ത് ഒപ്പിക്കാൻ പറ്റുമോ അത്ര ഒപ്പിക്കും. ഇതിപ്പം നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് ബാക്കിലോട്ട് ഇട്ട് വെക്കാവേ. അത് കഴിഞ്ഞിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. കാരണം നമുക്ക് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാവേ. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സെൻറ്റർ പോർഷനിൽ ഞുറു എടുക്കാൻ പോവാണ്. അത് എത്രത്തോളം നമുക്ക് ചെറിയ ഞുറു കിട്ടും അത്രത്തോളം ഞുറു എടുക്കണേ. ആദ്യം നമ്മളെന്ന് വെച്ചാൽ ആ ഒരു പോർഷൻ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പോർഷനൊന്ന് വലിച്ച്, അതായത് നല്ല എത്രത്തോളം ടൈറ്റ് ചെയ്യാവോ അത്രത്തോളം ടൈറ്റ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റി ഒരു പിൻ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പിൻ ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം അത് ഒന്ന് വലിച്ച് മുറുക്കി, ഞാനിപ്പോൾ ടോപ്പിന് പുറത്താണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ വലിച്ച് മുറുക്കിയിട്ട് അവിടെ ഒരു പിൻ ചെയ്യുക. പിൻ ചെയ്തതിന് ശേഷം നമ്മൾ ബാലൻസ് കിടക്കുന്ന അത്രയും പോർഷൻ എടുത്ത് ഞുറു എടുക്കാം. നമുക്ക് എത്രത്തോളം ഞുറു ഒപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഞുറു ഒപ്പിക്കാവേ. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഞുറു എടുക്കാൻ പോവാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ സാരി ഉടുക്കുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു എനിക്കും, പിന്നെ എനിക്കത് ഈസിയായി കേട്ടോ. എങ്കിലും ഞാൻ ഒരുപാട് സാരി ഉടുക്കുന്ന ആളല്ല കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ഇത്രത്തോളം ഞുറു, എനിക്കിതിനകത്ത് തോനെ ഞുറു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞുറു എടുത്ത് ഞാൻ ഈ സാരി അയൺ ചെയ്തതല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അയൺ ചെയ്തിട്ടില്ല, ഞുറു എടുത്തും വെച്ചിട്ടില്ല. ഇപ്പം തന്നെ ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാക്സിമം ഞാൻ ഞുറു ഈ ഒരു താഴത്തെ ഒരു പോർഷനിനകത്ത് ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഒരു ശകലം ഫുള്ള് ഞുറു എടുക്കേണ്ട ഒരു തുള്ളി അതവിടെ വിട്ടേക്കാം കേട്ടോ. ഇത് ഇത്രയും കൂടെ ഞാൻ ഞുറു എടുത്തിട്ട് നമ്മുടെ ആ ഒരു നേവലിൻ്റെ ഒരു പോർഷൻ, സെൻട്രൽ പോർഷൻ നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം നമ്മൾ ഞുറു എടുക്കുമ്പോൾ ഒരു സ്വല്പം ഗ്യാപ്പ് ഇട്ടെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഗ്യാപ്പ് എടുത്തിട്ട് നമ്മളിത് ആ ഒരു ഞുറു ആ ഒരു സെൻട്രൽ പോർഷൻ നോക്കിയിട്ട് അകത്തോട്ട് നമുക്ക് താഴത്തെ ലെങ്ത് എത്രമാത്രം വേണോ അത് നോക്കിയിട്ട് അകത്തോട്ട് കയറ്റി വെക്കാം. നമ്മൾ ഹീലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴേ അത് ഇട്ടുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അതാകുമ്പോൾ ഒരു ലെവലിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ നമ്മൾ അത്രയും പോർഷൻ എടുത്തിട്ട് അകത്തോട്ട് കയറ്റി കയറ്റി വെക്കാം. പിന്നെ ഊത്തണ്ടായ നമ്മൾ അകത്തോട്ട് കയറ്റി ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അത് കഴിയുമ്പോൾ എന്തുകൊണ്ട് ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഇരുന്ന് കഴിയുമ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ഇപ്പുറത്തെ സൈഡിൽ നമുക്കവിടെ ഒരു ഓപ്പണായിട്ട് കുറച്ച് ബാലൻസ് കിടപ്പുണ്ട്. അതിലൊരു ഹോള് പോലുണ്ട്. അപ്പം നമ്മൾ അതിലൂടെ കൈ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തെ 500 പോർഷൻ്റെ അടുത്ത് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോർഷൻ്റെ അടുത്ത് കിട്ടുമ്പോൾ നമുക്ക് അതിനെ വലിച്ച് മുറുക്കാം. ടൈറ്റ് ചെയ്താൽ നമുക്ക് അവിടെ ഞുറു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ലപോലെ ആ ഒരു സൈഡിൽ നമുക്ക് ഞുറു കിട്ടും. നമ്മളപ്പോൾ ഇത് ഇപ്പുറത്തൂടെ വലിച്ചുള്ളിലൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ടക്കിൻ ചെയ്തെടുത്തോട്ട് തന്നെ പാവാടയിൽ സാരിയിലുമായിട്ട് അത് യോജിപ്പിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ എന്തുമാത്രം അവിടെ നമുക്ക് ഞുറു കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, നമുക്ക് ആ ഒരു ഞുറു വേണമെങ്കിൽ മാത്രം ചെയ്താൽ. എനിക്കിപ്പോൾ അത്രയും ഞുറു അവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. പിന്നെ നമ്മൾ ബാലൻസ് കിടക്കുന്നത് ആ ഉള്ളിലോട്ട് തന്നെ ബാക്ക് വശം പൊക്കി ടക്കിൻ ചെയ്ത് ബാക്കിലോട്ട് പോകാം. ആ സൈഡ് ഒതുക്കി ബാക്കിലോട്ട് പോകാം. അപ്പം നമ്മുടെ സാരിയുടെ ആ ഒരു പോർഷൻ്റെ
താഴത്തെ ആ ഒരു പോർഷൻ്റെ പരിപാടികളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ആ സാരിയിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ. അത് നമ്മളിപ്പോൾ എന്ത് അത്രയും ഭാഗം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലത്തെ ഞൊറു ബാക്കിലോട്ട് ഇടുന്ന ആ ഒരു പോർഷൻ ഇവിടെ നമുക്ക് പിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ആ താഴോട്ട് കിടക്കുന്ന ഞൊറുവിൻ്റെ ആ ഒരു പോർഷൻ പിൻ ചെയ്ത് കൊടുക്കണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ഞൊറു നമ്മുടെ ബാക്കിലോട്ടുള്ളതിൻ്റെ ഒരു ഇത് പിടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ പിന്നൂരി വെച്ചിട്ട് അത് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഇപ്പം എന്താ അതിനകത്ത് ത്രെഡ് കിടക്കുന്നുണ്ട്. എനിക്കിത് തട്ടിയാണ് ഞാനത് ചെയ്തത്. അതിനകത്തെല്ലാം കുരുങ്ങി. നമുക്കതെടുത്തിട്ട് ചെറിയ പ്ലീറ്റാക്കി എടുത്ത് എത്രത്തോളം, അതായത് നമ്മുടെ സൈസിനനുസരിച്ചിട്ടാണ്. നമുക്ക് വലിയ ശരീരമൊന്നുമില്ല, സ്കെൽറ്റ് ഒക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഞൊറു കുറച്ച് കൂടുതലെടുക്കാം കേട്ടോ. അതല്ല ഇച്ചിരി വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ ഞൊറു പ്ലേറ്റ് കുറച്ചെടുത്താൽ മതി. ഒരു 5, 6, 7 അങ്ങനത്തെ പ്ലേറ്റ് പോകാവേ. ഇതിപ്പോൾ ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ലേ, ഇത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ആ ഒരു പ്ലേറ്റ് ഒതുക്കി എടുത്തിട്ട് ആദ്യം തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണേ. കാരണം ആ പിൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ താഴോട്ട് പിടിക്കാൻ പറ്റും. അതാണ് ബെറ്റർ. ഇത്രയും ഭാഗം എടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എനിക്ക് ആ ത്രെഡാണ് കൈ കുരുങ്ങുന്നത്. ഇത് നമ്മൾ കുത്തി കൊടുത്തതിന് ശേഷം ബാലൻസ് ആ ഒരു ഞൊറുവിൻ്റെ നമ്മൾ ആ കുത്തി കൊടുത്തതിൻ്റെ ബാലൻസ് ഇട്ട് നമുക്ക് ഒതുക്കി നല്ല വൃത്തിയായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ ബാക്കിലോട്ടിടുന്ന ഞൊറു പ്ലീറ്റ് നല്ല വൃത്തിയായിട്ട് കിട്ടുവേ. ഇതിപ്പം നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഈ ഒരു പ്ലീറ്റ് ഇടുന്നത്. മിക്കവാറും എവിടെയെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോൾ തലേന്ന് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. പ്ലീറ്റ് മാത്രം എടുത്ത് പിന്ന് കുത്തി അയൺ ചെയ്ത് വെക്കും. കാരണം പിറ്റേ ദിവസം നമുക്കത് എളുപ്പമാണ് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് നേരത്തെ ഞൊറുവൊന്നും എടുത്ത് വെക്കാതെ ഇപ്പം ഞാനത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഭംഗിയായിട്ട് ഇതുപോലെ ഞൊറു എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിലോട്ട് ടൈറ്റായിട്ട് കുത്തി വെക്കാവേ. വളരെ എളുപ്പത്തിൽ നമുക്ക് സാരി ഇങ്ങനെ കൈവച്ചിട്ട് തന്നെ ഒതുക്കാം. അതെല്ലാം നമ്മുടെ കയ്യിൽ അയണറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമേ. അല്ലെങ്കിൽ ഞൊറു എല്ലാം പിടിച്ച് വെച്ചിട്ട് നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് തേച്ചാലും മതി. ഇത് നമ്മളിപ്പോൾ ബാക്കിലോട്ട് ഒതുക്കിയിട്ടിട്ട് ഒന്ന് പിൻ ചെയ്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നമ്മൾ സാധാ ഒരു സാരി എടുത്തിട്ട് നമ്മൾ ഞൊറുവൊന്നും പിടിക്കാതെ അയണൊന്നും ചെയ്യാതെ ഒരു സാരി ചെയ്യുന്നത് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അത്ര പെർഫെക്ഷൻ കിട്ടുമെന്നറിയില്ല. എങ്കിലും നമുക്കിനി ആ സൈഡ് ആ ഒരു ഞൊറു എത്രമാത്രം ഞൊറു ഉണ്ടോ അതെല്ലാം നമുക്ക് ആ ഒരു സൈഡിലോട്ട് ഒതുക്കി ബാക്കിലോട്ട് ഒതുക്കി കൊടുക്കാം. ബാക്കിലും അതേ ഞൊറു ഇങ്ങനെ ബാക്കിലോട്ടും കിട്ടും. അപ്പോൾ ഇതിങ്ങനെ സൈഡ് കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഇത് ഇത്രയും ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഫോണിൽ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ലെഫ്റ്റ് റൈറ്റായിട്ടോ ഒക്കെ തോന്നും കേട്ടോ. അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു പിൻ ചെയ്ത് വെക്കാവേ. അപ്പോൾ നമ്മുടെ സാരിയുടെ പണിയെല്ലാം കഴിഞ്ഞു. ടോപ്പിന് പുറത്തിട്ടത് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ ടോപ്പും പാൻറ്റും ഉണ്ട്, അതിൻ്റെ പുറത്ത് പാവാട എടുത്തിട്ട് ചെയ്യുമ്പോൾ അത്രത്തോളം അവിടെ എല്ലാം ഒരു എന്തോന്ന് പോലെ തോന്നും നിങ്ങൾക്ക്. ഇനിയിപ്പോൾ ഞാനിത് ബ്ലൗസ് ഇട്ട് ഇതിൻ്റെ ഈ ഒരു സാരിയുടെ ത്രെഡ് പോയേക്കുന്ന എല്ലാം ഗ്രീനാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഈ സാരിക്കകത്ത് കൊടുത്തേക്കുന്ന വർക്കെല്ലാം ഗ്രീൻ കളറാണ്. അപ്പം ഞാൻ ഗ്രീൻ കളർ മിറർ ബ്ലൗസാണ് ഇടുന്നത്. ഞാൻ ഇട്ട് കാണിച്ചു തരാവേ. ഇതാണ് ഈ സാരിയുടെ ബ്ലൗസ്. ഇതിന് ബാക്കിലോട്ടാണ് ഹുക്ക് ഈ ബ്ലൗസിന്. അപ്പോൾ ഞാൻ ഈ സാരി ഉടുത്തത് സിമ്പിളായിട്ട് എന്നാൽ എലഗൻ്റായിട്ടും ഉടുത്ത് കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.